ഇട്ടിട്ടുണ്ട്. ഒരു 3/4 കിലോയോളമുണ്ട്. ഒരു 3-4 സവാള എടുത്ത് അരിഞ്ഞതാണ്. 4 സവാളയുണ്ട്. മല്ലിപ്പൊടി, മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉലുവ, മല്ലിപ്പൊടി, ഉപ്പ്, മുളക് പൊടി. അവസാനം നമുക്ക് കടുക് വറുത്തെടുക്കണം. അപ്പം നമുക്കിതൊന്ന് കുക്കറിലാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കൊന്ന് കുക്കറിലോട്ട് വയ്ക്കാം. എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് എണ്ണ അതിലോട്ട് ഒഴിക്കണം. എണ്ണ അതിനകത്ത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ബീഫ് അതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള അരിഞ്ഞു വെച്ചത്, അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, ഉലുവ 1 ടീസ്പൂൺ, മസാല പൊടിച്ചത്, അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാറാണ് പതിവ്. വാങ്ങി വറുത്ത് പൊടിക്കുന്നതാണ്. ഇതൊരു 2 ടീസ്പൂണോളം ഉണ്ട്. മല്ലിപ്പൊടി ചെറിയ ടീസ്പൂണിന് 3 ടീസ്പൂൺ. എരിവ് പാകത്തിന് 3 ടീസ്പൂണും ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പ്, ഇനി കുറച്ച് വെള്ളം വീഴ്ത്തി ഒന്ന് കുഴച്ച് വെച്ച് കൊടുക്കാം. കുറച്ചൊരു ഞാൻ 1 ഗ്ലാസ് വെള്ളം വീഴ്ത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇട്ടിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം 5 വിസിൽ കേട്ടു. ഇപ്പോൾ നന്നായിട്ടത് വെന്തിട്ടുണ്ട് കഷ്ണമെല്ലാം. ഇനി നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും, നമുക്ക് നന്നായിട്ട് കടുക് പൊട്ടണം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കടുക് പൊട്ടുന്നു. ഇനി നമുക്കതിലോട്ട് ബീഫ് ഒന്ന് നല്ലതുപോലെ തിളയ്ക്കണം. തിളച്ച് വന്നാൽ നമുക്ക് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ടും എനിക്ക് വേണം. അടുത്ത നാളെ ഒരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.